പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ബിജോയ്, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നായിരുന്നു. കഴിഞ്ഞ മെയ്യിൽ എനിക്ക് ചെറിയൊരു രോഗം വന്നു. മെയ് 12-ാം തീയതിയാണ് അത് ഡയഗ്നോസ് ചെയ്തത്. ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ദൈവമേ, മെയ് 12-ാം തീയതി ആയപ്പോൾ അത് കൃത്യമായി കൺഫേംഡായി. എന്ത്? രക്താർബുദം ബാധിച്ച് ബ്ലഡ് ക്യാൻസറായി. പെട്ടെന്ന് ഞങ്ങൾ ലേക്ക് ഷോറിൽ പോയി. ലേക്ക് ഷോറിൽ ആദ്യത്തെ 2 കീമോതെറാപ്പി ചെയ്തായിരുന്നു. കീമോതെറാപ്പി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോൺ മാരോ ചെയ്തപ്പോഴത്തേക്ക് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്തപ്പോൾ 20% ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. അത് 0 ആയി. വീണ്ടും ഹൈഡോസ് തെറാപ്പി ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞു. അപ്പം അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. കൗണ്ടെല്ലാം പെട്ടെന്ന് ഡൗൺ ആയി. രക്തത്തിൽ കൗണ്ടെല്ലാം പോയി, ആകെ മരണത്തിൻ്റെ വക്കത്തെത്തി. അപ്പം ഡോക്ടർ പറഞ്ഞു ചിലപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റെം സെല്ല് എടുത്ത് മാറ്റി വെക്കേണ്ടി വരും. അത് ഭയങ്കര പണിയാണ്. കാരണം നമ്മുടെ ബ്ലഡ് റിലേറ്റീവ്സിന് മാത്രമേ ആ സ്റ്റെം സെല്ല് എനിക്ക് ചേരത്തുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഇതായതുകൊണ്ട് ഡോക്ടർ അപ്പം ചെയ്തില്ല, കുറച്ചുകൂടെ മുമ്പോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനും മമ്മിയും ഞങ്ങളുടെ ആൻറ്റിയും പിന്നെ എൻ്റെ ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ ഇവിടെ വന്നു. അട്ടപ്പാടി വന്നു. ഇവിടെ വന്നു, മലയെ കയറി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് അച്ഛന് ഭയങ്കര ബിസിയായിരുന്നു. അച്ഛന് അവിടെ വേറെ അച്ഛന്മാരെ എന്തോ വൈദികരുടെ ധ്യാനം നടക്കുമായിരുന്നു മലയിൽ. അപ്പോൾ വെള്ളിയാഴ്ച ഒന്നും അല്ല വന്നത്, ദിവസം. അപ്പോൾ വെള്ളിയാഴ്ചക്ക് വരാൻ വെയിറ്റ് ചെയ്യാൻ നേരെയില്ല, കാരണം അങ്ങ് വക്കത്തേക്ക് എത്തി ജീവിതം. അതുകൊണ്ട് ദിവസം നോക്കിയില്ല, അങ്ങോട്ട് പോന്നു. അപ്പോൾ ഒരു തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ അതോ ദിവസമായിരുന്നു. ആ സമയത്ത് എന്താ വെച്ചാൽ വൈദികരുടെ ധ്യാനം നടക്കണോണ്ട് ഞാൻ അതിനകത്ത് മുഴുകിപ്പോയി. അപ്പോൾ എന്തായി, അച്ഛനെ കാണാൻ പറ്റിയില്ല. അല്ലേ? അച്ഛനെ കാണാൻ പറ്റത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പം സാജു അച്ഛനെ കണ്ടു. അപ്പം സാജു അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സാജു അച്ഛൻ എന്നെയും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് വന്നായിരുന്നു. ഇതിൻ്റെ പുറകിലോട്ട് വന്നാൽ മതി, കറക്റ്റ് സമയം പറഞ്ഞു. എന്നെയും കൊണ്ട് സാജു അച്ഛൻ ഞാനും മമ്മി
അവിടെ പുറകെ വന്ന് അച്ഛനെ കണ്ടു. അപ്പം അച്ഛനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പതിയെ ആശ്വാസമായിരുന്നു. അച്ഛൻ്റെ ചിരി കണ്ടപ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു ഞാനൊന്നും പറഞ്ഞില്ല അച്ഛനോട്. മമ്മിയാണ് പറഞ്ഞത്, അച്ഛാ ബ്ലഡ് ക്യാൻസറാണ്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ ഏകദേശം 1 മിനിറ്റ് പോലും എടുത്തില്ല. അച്ഛൻ തലയിൽ ഇങ്ങനെ കൈവച്ചു പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്ക് അച്ഛൻ അടുത്ത് പറഞ്ഞ വാക്ക്, നീ ഇവിടെ സാക്ഷ്യം പറയാൻ വരണമെന്നായിരുന്നു അവൻ. അപ്പം ഞാൻ പെട്ടെന്ന് ബ്ലണ്ടർ അടിച്ചു പോയി. ഞാനൊന്നും മിണ്ടിയില്ല. അച്ഛനോട് എനിക്കൊന്നും തിരിച്ച് പറയാൻ പറ്റിയില്ല. അപ്പോൾ മമ്മി പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പം മമ്മി പറഞ്ഞു അച്ഛാ വരുമെന്ന് പറഞ്ഞു. അപ്പം തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട. ദൈവമേ, ആ കുട്ടികൾ ധൈര്യം കണ്ടോ, ഇനി എനിക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല, ഞാൻ അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഒരു ക്രിസ്ത്യൻ ഡോക്ടർ തന്നെയായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു, എടാ എനിക്കും വിശ്വാസമുണ്ട്, പക്ഷേ ഞങ്ങളുടെ എത്തിക്കനുസരിച്ച് ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഈ ഡിസംബറിൽ മൊത്തം 6 കീമോയും ഹൈഡോസും എല്ലാം കഴിഞ്ഞു. കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ബോൺ മാരോയും ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ല, സ്റ്റെം സെല്ലും വെച്ചില്ല, ഇപ്പം മരുന്നും ഇല്ല, ഒന്നുമില്ല, എല്ലാം മാറി. ഇപ്പൊ മരുന്നുമില്ല, ഒരു പ്രശ്നമില്ല, ആദ്യത്തെ പോലെ ആരോഗ്യം. അമ്മ ശരിയാണത്. അതെ, അവന് ഇനി യാതൊരു മരുന്നും വേണ്ട. ഞങ്ങൾ ഡിസംബർ 22-ാം തീയതിയാണ് ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തത്. അപ്പം പിന്നെ ഡോക്ടർ നോക്കിയേച്ച് പറഞ്ഞു, ഇനി നിനക്ക് മരുന്നൊന്നും വേണ്ട, ഒരു മരുന്നിന്റെ ആവശ്യമില്ല, ശരീരത്തിൽ ഇപ്പൊ രോഗമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഴുന്നേറ്റ് നിന്ന് ജീവിക്കുന്ന ദൈവമായ കർത്താവിനെ ആരാധിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. വിശ്വാസത്തോടെ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരണം. ഇന്ന് ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനേകം രോഗികളെ യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവം സുഖപ്പെടുത്തും. അനേക രോഗികളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കും. അനേകർ ഇന്ന് അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കും. വിശ്വസിക്കുക. വിദ്യാർത്ഥിനികളുടെ മേൽ കർത്താവിന് ശക്തി വന്ന് പഠിക്കാനുള്ള തടസ്സങ്ങൾ മാറി ഈ പുതിയ അധ്യയന വർഷം വലിയ ദൈവകൃപയുടെ വർഷമാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തും. 2 കരങ്ങൾ ഉയർത്തി ഉറക്കം നമുക്ക് സ്തുതിച്ച് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, സന്തോഷത്തോടെ തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. എല്ലാ ദൈവമക്കളും ഇടത്തോട്ടും വലത്തോട്ടും നനങ്ങി ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ആകുലങ്ങൾ, ഉത്കണ്ഠകൾ, നിരാശ, വിഷമ, സങ്കടം, ഭാരം, വിഷാദം, കണ്ണുനീർ എല്ലാ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങി സന്തോഷിച്ച് തുള്ളിച്ചാടി പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുന്നു. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ, മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ.
നിലവിളി കേട്ട ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. ഹാഗാറിന്റെ നിലവിളി കേട്ട ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു. അഭിഷേകം നിറയട്ടെ. ഓ ദൈവമക്കളുടെ മേൽ ആത്മാവിന്റെ പുതിയൊരഭിഷേകം, ബാലികാ ബാലന്മാരുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം, വിദ്യാർത്ഥിനികളുടെ പരിശുദ്ധാത്മകൃപ, കുടുംബങ്ങളുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ, സിസ്റ്റേഴ്സിന്റെ മേൽ, വൈദികരുടെ മേൽ, ടീച്ചേഴ്സിന്റെ മേൽ, ഉദ്യോഗസ്ഥന്മാരുടെ മേൽ, കർഷകരുടെ മേൽ, എല്ലാ രാജ്യങ്ങളിലുള്ള ദൈവങ്ങളുടെ മേൽ, ജനപദങ്ങളുടെ മേൽ, ഗോത്രങ്ങളുടെ മേൽ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ പിതാവേ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാം വിധം അങ്ങയുടെ ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, we worship you Lord. Hallelujah. Oh Lord Jesus, oh Lord Jesus, use me for your glory. Hallelujah, 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 hallelujah. Thank you Lord, thank you Jesus. Hallelujah, hallelujah, hallelujah. Praise the Lord, Praise the Lord. Please be seated. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തോടു കൂടെ ഒരിക്കൽ കൂടെ ഒരുമിച്ച് കൂടാൻ നമ്മുടെ ജീവിക്കുന്നവനായ പിതാവ് യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ്. അവിടത്തേക്ക് എല്ലാ മഹത്വവും സ്തുതിയും നമുക്ക് അർപ്പിക്കാം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്നവനായ പിതാവ് നമ്മുടെ മേൽ കോടാനുകോടി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർഷിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്ലെസ്സിങ്, നമ്മുടെ പിതാവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു അനുഗ്രഹത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാനാണ് പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തമായ ഒരു പ്രേരണ തരുന്നത്. അത് യേശു ക്രിസ്തുവിനോടുള്ള ഒരു തുറവിയാണ്. യേശു ക്രിസ്തുവിലേക്ക് നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും മുദ്രയിട്ട് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടുമല്ല. ഞാനും നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അനാദി മുതലേ പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തുവിലേക്ക് ഒരു ആകർഷണം നൽകി വിളിച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യം യേശു തന്നെ തൻ്റെ പ്രബോധന കാലഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുലിഖിതം, ജോൺ 6:37, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സ്വർഗത്തിൽ പോകാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. യേശു ഒരു കാര്യം, ഒരു പ്രോമിസ്, ജീസസ് ഗേവ് us a പ്രോമിസ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും എന്ത് തന്നെയാണെങ്കിലും ഞാൻ തള്ളിക്കളയുകയില്ല.
ഗുഡ് ന്യൂസ് ബൈബിളിൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? Everyone whom my Father gives me will come to me. I will never turn away. I will never turn away anyone who comes to me. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന് ഇഷ്ടമാണോ ഞാൻ സ്വർഗത്തിൽ പോവുകയോ ഞാൻ നശിച്ചു പോവുകയോ അങ്ങനെ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയുകയാണ്. പിതാവാണ് എന്നെയും നിങ്ങളെയും ഈ ആകർഷണം നൽകി യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചത്. യേശുവിൻ്റെ വചനം കേൾക്കാൻ, യേശുവിൻ്റെ രൂപം കാണാൻ, യേശുവിനോട് പ്രാർത്ഥിക്കാൻ, യേശുവിനെ കേൾക്കാൻ, യേശുവിനെ കാണാൻ ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉദിപ്പിച്ചത് പിതാവായ ദൈവമാണ്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അരികിൽ വരാൻ കഴിയുകയില്ല. No one can come to me unless the Father who sent me draws him to me. എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അരികിൽ വരാൻ കഴിയുകയില്ല. ഇന്ന് നമുക്ക് ഈ ഒരു ആഗ്രഹം, വചനം കേൾക്കണം, ധ്യാനം കൂടണം, പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കണം, ഈ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്വന്തം യോഗ്യത കൊണ്ടുണ്ടായതല്ല. ദൈവപിതാവ് നട്ടുവെപ്പിച്ച, ദൈവപിതാവ് നിക്ഷേപിച്ച ഒരു വലിയ ദൈവിക ദാനമാണത്. ദൈവത്തിൻ്റെ ദാനമാണത്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരു സ്നേഹത്തെ ഓർത്ത്, യേശുവിനോട് നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന ആകർഷണത്തെ ഓർത്ത്, യേശുവിൻ്റെ വചനത്തോട്, യേശു ക്രിസ്തുവിൻ്റെ ജീവനോട് നമുക്ക് തോന്നുന്ന ആകർഷണത്തെ ഓർത്ത് നമ്മുടെ ദൈവമായ പിതാവിന് നാം സ്തുതിയും സ്തോത്രവും അർപ്പിക്കണം. എന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി വീണ്ടും ഒരു വ്യക്തി യേശു ക്രിസ്തുവിലേക്ക് വന്നാൽ ആ വ്യക്തിക്ക് എന്തെല്ലാം പ്രോമിസാണ് യേശു പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. There are so many promises from our Lord Jesus Christ to whom he comes to Jesus Christ. യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ധാരാളം വാഗ്ദാനങ്ങൾ യേശു തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വാഗ്ദാനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം യേശു പറയാണ്, അവനെ അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ ഞാൻ ഉയർപ്പിക്കും. യേശു ക്രിസ്തുവിലേക്ക് വരുന്നൊരു വ്യക്തിക്ക് യേശു നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ്, ഞാൻ അവനെ ഉയർപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഉയർപ്പ് എല്ലാവർക്കും ഉണ്ട്. ദുഷ്ടന്മാർക്ക് ശിഷ്ടന്മാർക്ക് ഉയർപ്പുണ്ട് എന്ന് നമുക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് യേശു ഇത് പ്രത്യേകമായി എടുത്തു പറയുന്നത്? യേശു പ്രത്യേകമായി എടുത്തു പറയാൻ കാരണമുണ്ട്. അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ എല്ലാവരും ഉയർക്കുമ്പോൾ ഞാൻ എൻ്റെ അടുക്കൽ വരുന്നവരുടെ കൂടെ ഞാൻ അവനെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരും. യേശു വന്ന് നമ്മളെ നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. യേശു വന്ന് നമ്മളെ നിത്യവസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇത് യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനമാണ്. അങ്ങനെ അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർപ്പിച്ചിട്ട് അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ മറ്റൊരു ഭാഗത്ത് കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 22-ഉം 23-ഉം തിരുലിഖിതങ്ങൾ, ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ലോകത്ത് കുറേ കഷ്ടതകളുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ലോകപരമായ സന്തോഷങ്ങളും ലോകപരമായ രീതികളും മാറും. പല കൂട്ടുകെട്ടുകളും വിട്ടുപോകും. വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പസ്വല്പം ഒരുപാട് നഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ സഹിക്കേണ്ടി വരും. പല കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കേണ്ടി വരും. പല സന്തോഷങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. യേശുവിനോട് ചേർന്ന് നടക്കുമ്പോൾ അവനെ പോലെ കാണപ്പെടാൻ, മഹത്വത്തിൽ അവനെ പോലെ കാണപ്പെടാൻ ഈ ലോകത്തിൽ വെച്ച് ലോക സ്വഭാവങ്ങൾ നാം ഉപേക്ഷിക്കണം. അതിന് വലിയൊരു വാഗ്ദാനം യേശു നൽകിയിരിക്കുകയാണ്. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനം ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. യേശുവിൻ്റെ കൂടെ, യേശുവിനോടൊത്ത്, യേശു ഒരു വലിയ ഗ്ലോറി, ക്രൗൺ ഓഫ് ഗ്ലോറി ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഒരു വലിയ മഹത്വത്തിൻ്റെ കിരീടം എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അവനോടൊത്ത്, അവൻ്റെ മഹത്വത്തിൽ, അവൻ്റെ സിംഹാസനത്തിൽ അവനെ പോലെ കാണപ്പെടാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ സ്വരമേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ വാഗ്ദാനം അത് നമ്മൾ വിശുദ്ധത്തിൽ കാണുന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിലേക്ക് വരുന്നൊരു വ്യക്തിക്ക് യേശു നൽകിയിരിക്കുന്ന വളരെ ഉന്നതമായ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ യേശു ഒരു വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ വർഷിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ അവരുടെ മേൽ പ്രകടമാകും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിവിശേഷം അവരുടെ മേൽ പ്രകടമാകും. അതുകൊണ്ട് സ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ അപ്പോസ്തല പ്രവർത്തനം മുഴുവൻ നോക്കുക. അപ്പോസ്തല പ്രവർത്തനം സ്ലീഹന്മാർ എവിടെ പോയാലും അവരെല്ലാം നയിച്ചിരുന്നത് പരിശുദ്ധാത്മാവാണ്. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. യേശു കുരിശിൽ മരിച്ച് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ചു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ, ലോകത്തുള്ള മുഴുവൻ സമ്പത്ത് കൊടുത്താലും ഈ ആത്മാവിന് തുല്യമാവുകയില്ല. അത്രയും ശ്രേഷ്ഠമായ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. എന്താണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത? ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത, ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് വിടുവിക്കും. ഇന്ന് ഒരുപാട് പേര് പാപം ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേര് പാപം ചെയ്യാതിരിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഒരുപാട് പേര് പാപം ചെയ്യാതിരിക്കാൻ യുദ്ധം ചെയ്യുന്നുണ്ട്. സാധിക്കുന്നില്ല. എന്താ കാരണം? പരിശുദ്ധാത്മാവിനെ വിലമതിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഗവനിക്കുന്നില്ല. എന്താണ് തിരുലിഖിതം പഠിപ്പിക്കുന്നത്? നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന ഈ ആത്മാവിനെ അറിയണം. ഈ ആത്മാവ് നിങ്ങൾക്ക് ദൈവം യേശു തന്നിട്ടുണ്ട്. ആ ആത്മാവിൽ സന്തോഷിക്കണം, ആത്മാവിനെ വിളിക്കണം, ആത്മാവിനോട് പ്രാർത്ഥിക്കണം, ആത്മാവിനോട് നടക്കണം. ഈ ആത്മാവ് നിന്നെ വിടുവിക്കും. ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെ മരണത്തിൻ്റെ നിയമത്തിൽ നിന്ന് വിടുവിക്കും. ഈ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഈ ആത്മാവിൻ്റെ അത്ഭുത ശക്തി നിറയാൻ, നിത്യജീവൻ്റെ അത്ഭുത അഭിഷേകം നിറയാൻ യേശു ക്രിസ്തുവിലേക്ക് വരുന്നവർക്ക് യേശു വാഗ്ദാനം നൽകിയിരുന്നത് മറ്റൊരു കാര്യമാണ്. അവന് ഞാൻ നിത്യജീവൻ നൽകും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം തിരുലിഖിതം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഈ സമയം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിക്കാനുള്ള അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിലേക്ക് പോകാനുള്ള അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ജനപദങ്ങളുടെ മേൽ ഈ അഭിഷേകം ജ്വലിക്കട്ടെ. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. നിത്യജീവന്റെ കർത്താവിനെ ഈ സമയം മുട്ടിന്മേൽ നിന്ന് ഹൃദയം നുറുങ്ങി ഏറ്റു പറയുന്ന എല്ലാ ഹൃദയങ്ങളിലേക്കും സ്വർഗത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവേ യേശുവേ ഉറക്കെ വിളിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശു അവനാരിലും വലിയവൻ. യേശു 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 അവനാരിലും മതിയായ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ യേശു യേശുവേ യേശു യേശുവേ അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. അവനാരിലും മതിയായവൻ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസ് നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും